പ്രിയമുള്ളവരെ, വചനജ്വാല 1707 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 4 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. മെയ് മാസ വണക്കം 4-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം ആരംഭിക്കുന്നു. ബാബിലോണിൽ കേബാർ നദീതീരത്ത് പ്രവാസികളോട് കൂടെ ആയിരിക്കുമ്പോഴാണ് എസെക്കിയേലിന് പ്രവാചക ദൗത്യം ലഭിക്കുന്നത്. ക്രിസ്തുവിന് മുമ്പ് 597 നബൂഖദ്നേസർ തടവുകാരനായി കൊണ്ടുപോയവരുടെ കൂടെ എസെക്കിയേലും ഉണ്ടായിരുന്നു. ഏശയ്യായ്ക്കുണ്ടായതുപോലെ ഒരു ദൈവീക ദർശനത്തിലാണ് എസെക്കിയേലിനെ തിരഞ്ഞെടുക്കുന്നത്. പുരോഹിതനും കൂടെയുണ്ടായിരുന്ന എസെക്കിയേൽ പ്രവാചകനും പാരമ്പര്യത്തെ മറികടക്കും വിധം ദേവാലയത്തോടും ആരാധനാവിധികളോടും പ്രതിപത്തി കാട്ടിയിരുന്നു. പ്രവാസാനന്തരം ദേവാലയം യഹൂദ സമൂഹത്തിന്റെ കേന്ദ്രമായി പരിണമിച്ചതിൽ എസെക്കിയേലിന്റെ സ്വാധീനം കുറച്ചൊന്നുമല്ല. എസെക്കിയേലിന്റെ ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗം പൊതുവെ ശിക്ഷയെ പറ്റിയാണ്. രക്ഷയുടെ വാഗ്ദാനമാണ് രണ്ടാം ഭാഗത്ത്. ശിക്ഷയുടെയും രക്ഷയുടെയും സന്ദേശം വളരെയേറെ പ്രതീകാത്മക പ്രവർത്തനങ്ങളിലൂടെ പ്രവാചകൻ വ്യക്തമാക്കുന്നത് ശ്രദ്ധേയമാണ്. വ്യക്തിപരമായ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള എസെക്കിയേലിന്റെ ദർശനം സുപ്രധാനമാണ്. ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് സന്തോഷമില്ല. അവൻ പാപമാർഗം ഉപേക്ഷിച്ച് ജീവൻ പ്രാപിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. പുത്രന്റെ തെറ്റിന് പിതാവോ പിതാവിന്റെ തെറ്റിന് പുത്രനോ ശിക്ഷിക്കപ്പെടുകയില്ല. ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തികൾക്കുള്ള ഫലം ലഭിക്കും. എസെക്കിയേലിന്റെ ഘടന, പ്രവാചകന്റെ വിളി, യൂദായ്ക്കും ജെറൂസലേമിനുമെതിരെ വിധി പ്രസ്താവന, ചുറ്റുമുള്ള ജനതകൾക്ക് ശിക്ഷ, പ്രവാചകൻ ജനത്തിന്റെ കാവൽക്കാരൻ, രക്ഷയുടെ വാഗ്ദാനം, പുതിയ ദേവാലയവും സമൂഹവും. ഇങ്ങനെയാണ് ഈ പുസ്തകത്തിന്റെ ഘടന. നമ്മൾ ഇന്നത്തെ തിരുവചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. എസെക്കിയേലിന് ദൈവദർശനം. 30-ാം വർഷം 4-ാം മാസം 5-ാം ദിവസം ഞാൻ കേബാർ നദിയുടെ തീരത്ത് പ്രവാസികളോടൊത്ത് കഴിയുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. എനിക്ക് ദൈവത്തിന്റെ ദർശനങ്ങൾ ഉണ്ടായി. മാസത്തിന്റെ 5-ാം ദിവസം യെഹോയാക്കീൻ രാജാവിന്റെ പ്രവാസത്തിന്റെ 5-ാം വർഷം കൽദായ ദേശത്തെ കേബാർ നദീതീരത്ത് വെച്ച് ബുസിയുടെ പുത്രനും പുരോഹിതനുമായ എസെക്കിയേലിന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. അവിടെ കർത്താവിന്റെ കരം അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഞാൻ നോക്കി, ഇതാ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റ് പുറപ്പെടുന്നു. ഒരു വലിയ മേഘവും അതിനു ചുറ്റും പ്രകാശം പരത്തി ജ്വലിക്കുന്ന തീയും, തീയുടെ നടുവിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളാട് പോലെ എന്തോ ഒന്നും.
4 ജീവികളുടെ രൂപങ്ങൾ അതിന്റെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവയ്ക്ക് മനുഷ്യരുടെ ആകൃതിയായിരുന്നു. എന്നാൽ ഓരോന്നിനും 4 മുഖങ്ങളും 4 ചിറകുകളും ഉണ്ടായിരുന്നു. അവയുടെ കാലുകൾ നിവർന്നതും കാലടികൾ കാളക്കുട്ടിയുടെ കുളമ്പ് പോലെയുള്ളതുമായിരുന്നു. തേച്ച് മിനുക്കിയ ഓടുപോലെ അവ തിളങ്ങി. അവയുടെ 4 വശത്തും ചിറകുകൾക്ക് കീഴിൽ മനുഷ്യ കരങ്ങൾ ഉണ്ടായിരുന്നു. 4 മുഖങ്ങളും ചിറകുകളും ഉണ്ടായിരുന്നു. അവയുടെ ചിറകുകൾ പരസ്പരം സ്പർശിച്ചിരുന്നു. ഓരോന്നും ഇടം വലം തിരിയാതെ നേരെ മുൻപോട്ട് നീങ്ങിയിരുന്നു. അവയുടെ മുഖങ്ങൾ ഇപ്രകാരമായിരുന്നു. 4 മുൻഭാഗത്ത് മനുഷ്യന്റെ മുഖം, വലതുവശത്ത് സിംഹത്തിന്റെ മുഖം, ഇടതുവശത്ത് കാളയുടെ മുഖം, പിൻഭാഗത്ത് കഴുകന്റെ മുഖം. അവയുടെ മുഖങ്ങൾ അങ്ങനെ. ചിറകുകൾ മേലോട്ട് വെച്ചിരിക്കുന്നു. ഓരോ ജീവിക്കും അടുത്ത് നിൽക്കുന്ന ജീവികളുടെ ചിറകുകളെ സ്പർശിക്കുന്ന ഈ 2 ചിറകുകളും ശരീരം മറയ്ക്കുന്ന ഈ 2 ചിറകുകളും ഉണ്ടായിരുന്നു. ഇവയോരോന്നും നേരെ മുൻപോട്ട് പോയിരുന്നു. എങ്ങോട്ട് പോകണമെന്ന് ആത്മാവ് ഇച്ഛിച്ചുവോ അവ അങ്ങോട്ട് പോയി. ഇടം വലം തിരിഞ്ഞില്ല. ആ ജീവികളുടെ രൂപം ജ്വലിക്കുന്ന തീക്കനൽ പോലെ ആയിരുന്നു. അവയ്ക്കിടയിൽ തീപ്പന്തം പോലെ എന്തോ ഒന്ന് ചലിച്ചിരുന്നു. ആ അഗ്നിശോഭയുള്ളതായിരുന്നു. അതിൽ നിന്ന് മിന്നൽ പിണർ പുറപ്പെട്ടിരുന്നു. ആ ജീവികൾ ഇടിമിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ ജോൺ ഹാഫ്ടൺ, വിശുദ്ധ റോബർട്ട് ലോറൻസ്, വിശുദ്ധ അഗസ്റ്റിൻ വെബ്സർ എന്നിവരെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. അനുഗ്രഹീതരായ ഈ രക്തസാക്ഷികൾ ഇംഗ്ലീഷ് കത്തോലിക്കർക്ക് എത്രയും പ്രിയപ്പെട്ട വിശുദ്ധരാണ്. ജോൺ കാംബ്രിഡ്ജിൽ പഠിച്ച് കാനാൻ നിയമത്തിലും സിവിൽ നിയമത്തിലും ഡോക്ടറേറ്റ് നേടി. മാതാപിതാക്കൾ വിവാഹത്തിന് നിർബന്ധിച്ചു എങ്കിലും അദ്ദേഹം വൈദിക പഠനം നടത്തി പുരോഹിതനായി. തുടർന്ന് കാർത്തൂസ്യൻ സഭയിൽ ചേർന്നു. 44-ാം വയസ്സിൽ നോട്ടിംഗ്ഹാംഷയറിൽ സുപ്പീരിയറായി. ജോൺ സുപ്പീരിയറായി 2 വർഷം കഴിഞ്ഞപ്പോൾ ഹെൻറി 8 കാതറിൻ ഓഫ് അരഗണ ഉപേക്ഷിച്ച് പുതിയ ഭാര്യ ആൻബാലിന്റെ കുട്ടികളെ കിരീടാവകാശികളായി സ്വീകരിച്ചു കൊള്ളാമെന്ന് 16 വയസ്സിന് മേലുള്ളവരെല്ലാം സത്യം ചെയ്യണമെന്ന് പാർലമെന്റ് നിയമമുണ്ടായി. പ്രിയോർ ജോൺ ഹാഫ്ടൺ, സന്യാസിയായ ഡോക്ടർ അഗസ്റ്റിൻ വെബ്സർ, ബോവേയിലെ പ്രിയോർ ഡോക്ടർ റോബർട്ട് ലോറൻസ് എന്നിവർ ദൈവ നിയമത്തിന് വിരുദ്ധമല്ലെങ്കിൽ എന്ന വ്യവസ്ഥ ചേർത്താണ് സത്യം ചെയ്തത്. ക്രോംവെൽ അത് സ്വീകരിച്ചില്ല. അവരെയെല്ലാം രാജ്യദ്രോഹികളായി വിധിയെഴുതി. 1535 മെയ് 4 ഇവരുടെ ശിരസ്സു ഛേദിച്ചു. വിശുദ്ധ ജോൺ ഹാഫ്ടൺ, വിശുദ്ധ റോബർട്ട് ലോറൻസ്, വിശുദ്ധ അഗസ്റ്റിൻ വെബ്സർ, ഈ 3 രക്തസാക്ഷികളുടെ മാധ്യസ്ഥം യാചിച്ച്
ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.